ലോഗോസ് ക്വിസ് കമ്പാനിയൻ. പ്രഭാഷകൻ 45-46 അധ്യായങ്ങളാണ് ഇത്തവണ. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 45-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 26. ഉത്തരം 26. രണ്ടാമത്തെ ചോദ്യം, പ്രഭാഷകൻ 45-ലെ ആദ്യ ശീർഷകം ആരെപ്പറ്റി? ഓപ്ഷൻ എ ജോഷുവ, ഓപ്ഷൻ ബി അഹറോൻ, ഓപ്ഷൻ സി മോശയെപ്പറ്റി. ഉത്തരം മോശയെപ്പറ്റി. മൂന്നാമത്തെ ചോദ്യം, കർത്താവ് മോശയെ എത്രത്തോളം ശക്തനാക്കി? ഓപ്ഷൻ എ ആകാശത്തോളം, ഓപ്ഷൻ ബി ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം, ഓപ്ഷൻ സി ദൂതന്മാരോളം ശക്തനാക്കി. ഉത്തരം ശത്രുക്കൾക്ക് ഭയകാരണം ആകത്തക്ക വിധം. നാലാമത്തെ ചോദ്യം, കർത്താവ് മോശയെ ഏൽപ്പിച്ചത് എന്ത്? ഓപ്ഷൻ എ വാഗ്ദാന പേടകം, ഓപ്ഷൻ ബി തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ, ഓപ്ഷൻ സി നിയമ സംഹിതകൾ. ഉത്തരം തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ. അഞ്ചാമത്തെ ചോദ്യം, കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ എന്താണ് മോശയ്ക്ക് നൽകിയത്? ഓപ്ഷൻ എ ഭാഗികമായ ദർശനം, ഓപ്ഷൻ ബി പൂർണ്ണ ദർശനം, ഓപ്ഷൻ സി ഭീതിതമായ ദർശനം. ഉത്തരം ഭാഗികമായ ദർശനം. ആറാമത്തെ ചോദ്യം, കർത്താവ് മോശയെ നയിച്ചത് എവിടേക്ക്? ഓപ്ഷൻ എ സ്വർഗത്തേക്ക്, ഓപ്ഷൻ ബി പർവ്വതങ്ങളിലേക്ക്, ഓപ്ഷൻ സി ഇരുണ്ട മേഘങ്ങൾക്ക് ഉള്ളിലേക്ക്. ഉത്തരം ഇരുണ്ട മേഘങ്ങൾക്ക് ഉള്ളിലേക്ക്. ഏഴാമത്തെ ചോദ്യം, കർത്താവ് നൽകിയ കൽപ്പനകളെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ എ വിശുദ്ധിയുടെ നിയമം, ഓപ്ഷൻ ബി മഹത്വത്തിൻ്റെ നിയമം, ഓപ്ഷൻ സി ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം. ഉത്തരം ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം. എട്ടാമത്തെ ചോദ്യം, യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് എന്തു നൽകപ്പെട്ടു? ഓപ്ഷൻ എ വിശുദ്ധിയുടെ നിയമം, ഓപ്ഷൻ ബി ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം, ഓപ്ഷൻ സി കൽപ്പനകൾ. ഉത്തരം ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം. ഒൻപതാമത്തെ ചോദ്യം, കർത്താവ് അഹറോനെ അണിയിച്ചത് എന്ത്? ഓപ്ഷൻ എ മഹിമ, ഓപ്ഷൻ ബി കിരീടം, ഓപ്ഷൻ സി മഹിമയേറിയ മേലങ്കി, മഹിമയുടെ പൂർണ്ണത. ഉത്തരം മഹിമയേറിയ മേലങ്കി, മഹിമയുടെ പൂർണ്ണത. പത്താമത്തെ ചോദ്യം, അധികാര ചിഹ്നങ്ങളോടൊപ്പം കാൽച്ചട്ട, നീണ്ട അങ്കി, എഫോദ് എന്നിവ കർത്താവ് നൽകിയത് ആർക്ക്? ഓപ്ഷൻ എ മോശയ്ക്ക്, ഓപ്ഷൻ ബി അഹറോന്, ഓപ്ഷൻ സി ജോഷുവയ്ക്ക്. ഉത്തരം അഹറോന്. 11ാമത്തെ ചോദ്യം, സ്വർണ്ണ നീല ധൂമവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം കൂടാതെ കർത്താവ് അഹറോനെ അണിയിച്ചത് എന്ത്? ഓപ്ഷൻ എ കിരീടം, ഓപ്ഷൻ ബി ചെങ്കോൽ, ഓപ്ഷൻ സി ഉറീം തുമ്മീം എന്നിവയും. ഉത്തരം ഉറീം തുമ്മീം എന്നിവയും. 12ാമത്തെ ചോദ്യം, അഹറോന്റെ തലപ്പാവിൽ അണിയിച്ചിരുന്നത് എന്ത്? ഓപ്ഷൻ എ സ്വർണം കൊണ്ടുള്ള കിരീടം, ഓപ്ഷൻ ബി സ്വർണ്ണ തൂവലുകൾ, ഓപ്ഷൻ സി രത്നങ്ങൾ. ഉത്തരം സ്വർണം കൊണ്ടുള്ള കിരീടം. 13ാമത്തെ ചോദ്യം, കിരീടത്തിൽ മുദ്ര പോലെ കൊത്തിയിരുന്നത് എന്ത്? ഓപ്ഷൻ എ പരിശുദ്ധി എന്ന്, ഓപ്ഷൻ ബി വിശുദ്ധി എന്ന്, ഓപ്ഷൻ സി പരിപാവനം എന്ന്. ഉത്തരം വിശുദ്ധി എന്ന്. 14ാമത്തെ ചോദ്യം,
അന്യരാരും അണിഞ്ഞിട്ടില്ലാത്ത മനോഹര വസ്തുക്കൾ എക്കാലവും ധരിച്ചത് ആര്? ഓപ്ഷൻ എ മോശയും മക്കളും, ഓപ്ഷൻ ബി ജോഷുവയും സഹോദരരും, ഓപ്ഷൻ സി അഹറോന്റെ മക്കളും പിൻഗാമികളും. ഉത്തരം അഹറോന്റെ മക്കളും പിൻഗാമികളും. 15-ാമത്തെ ചോദ്യം, അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത് ആര്? ഓപ്ഷൻ എ മോശ, ഓപ്ഷൻ ബി കർത്താവ്, ഓപ്ഷൻ സി ജോഷുവ. ഉത്തരം മോശ. 16-ാമത്തെ ചോദ്യം, സ്മരണാംശമായി അർപ്പിക്കുന്നത് എന്തെല്ലാം? ഓപ്ഷൻ എ വിളവെടുപ്പിന്റെ ആദ്യ ഫലങ്ങൾ, ഓപ്ഷൻ ബി ധാന്യങ്ങൾ, ഓപ്ഷൻ സി കുന്തുരുക്കവും സുഗന്ധ ദ്രവ്യങ്ങളും. ഉത്തരം കുന്തുരുക്കവും സുഗന്ധ ദ്രവ്യങ്ങളും. 17-ാമത്തെ ചോദ്യം, അഹറോനെ എവിടെ നിന്നുമാണ് തിരഞ്ഞെടുത്തത്? ഓപ്ഷൻ എ പ്രവാചകരിൽ നിന്ന്, ഓപ്ഷൻ ബി മർത്യരിൽ നിന്ന്, ഓപ്ഷൻ സി മാനവകുലത്തിൽ നിന്ന്. ഉത്തരം മാനവകുലത്തിൽ നിന്ന്. 18-ാമത്തെ ചോദ്യം, കൽപ്പനകളും നിയമങ്ങളോടുമൊപ്പം എന്തിനുള്ള അധികാരവുമാണ് അഹറോന് കൊടുത്തത്? ഓപ്ഷൻ എ പ്രവാചകരെ നിയമിക്കാൻ, ഓപ്ഷൻ ബി രാജാവിനെ നിയമിക്കാൻ, ഓപ്ഷൻ സി വിധി പ്രസ്താവിക്കാൻ. ഉത്തരം വിധി പ്രസ്താവിക്കാൻ. 19-ാമത്തെ ചോദ്യം, ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ എന്തു ചെയ്തു? ഓപ്ഷൻ എ ആഹ്ലാദിച്ചു, ഓപ്ഷൻ ബി ഉടമ്പടി ചെയ്തു, ഓപ്ഷൻ സി കോപാക്രാന്തരായി. ഉത്തരം കോപാക്രാന്തരായി. 20-ാമത്തെ ചോദ്യം, അഹറോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചത് എങ്ങനെ? ഓപ്ഷൻ എ കർത്താവിന്റെ ക്രോധത്തിൽ, ഓപ്ഷൻ ബി സ്വന്തം ദുഷ്ടതയിൽ, ഓപ്ഷൻ സി യുദ്ധത്തിൽ. ഉത്തരം കർത്താവിന്റെ ക്രോധത്തിൽ. 21-ാമത്തെ ചോദ്യം, അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും എന്ത് നിലനിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ 45:26 പറയുന്നത്? ഓപ്ഷൻ എ മഹത്വം, ഓപ്ഷൻ ബി പ്രതാപം, ഓപ്ഷൻ സി ഐശ്വര്യം. ഉത്തരം മഹത്വം. 22-ാമത്തെ ചോദ്യം, മഹത്വത്തിന്റെ 3-ാം സ്ഥാനം ആർക്ക്? ഓപ്ഷൻ എ അഹറോന്, ഓപ്ഷൻ ബി മോശയ്ക്ക്, ഓപ്ഷൻ സി എലയാസറിന്റെ പുത്രൻ ഫിനെഹാസിന്. ഉത്തരം എലയാസറിന്റെ പുത്രൻ ഫിനെഹാസിന്. 23-ാമത്തെ ചോദ്യം, ജനം വഴിതെറ്റിയപ്പോഴും ഉറച്ചു നിന്നത് ആര്? ഓപ്ഷൻ എ ജോഷുവ, ഓപ്ഷൻ ബി ഏലിയ, ഓപ്ഷൻ സി ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായ ഫിനെഹാസ്. ഉത്തരം ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായ ഫിനെഹാസ്. 24-ാമത്തെ ചോദ്യം, എന്തിന്റെ എല്ലാം നേതാവായിരിക്കാനാണ് ഫിനെഹാസുമായി ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ഇസ്രായേൽക്കാരുടെ, ഓപ്ഷൻ ബി കാനാൻകാരുടെ, ഓപ്ഷൻ സി വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും. ഉത്തരം വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും. 25-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 45:23 സാമ്യമുള്ള വിശുദ്ധ ഗ്രന്ഥഭാഗം ഏത്? ഓപ്ഷൻ എ സംഖ്യ 25:7-11 വരെ വാക്യങ്ങൾ, ഓപ്ഷൻ ബി സംഖ്യ 25:1, ഓപ്ഷൻ സി സംഖ്യ 25:10. ഉത്തരം സംഖ്യ 25-ാം അധ്യായം 7-11 വരെ വാക്യങ്ങൾ. 26-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 46-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെ വാക്യങ്ങളിൽ പരാമർശിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഓപ്ഷൻ എ ജോഷുവയും കാലബും, ഓപ്ഷൻ ബി മോശ അഹറോൻ, ഓപ്ഷൻ സി അഹറോൻ ഫിനെഹാസ്. ഉത്തരം ജോഷുവയും കാലബും.
27ാമത്തെ ചോദ്യം, യുദ്ധവീരനായ ജോഷുവ ആരുടെ പുത്രനായിരുന്നു? ഓപ്ഷൻ എ മോശയുടെ, ഓപ്ഷൻ ബി എലയാസറിന്റെ, ഓപ്ഷൻ സി നൂനിന്റെ. ഉത്തരം നൂനിന്റെ. 28ാമത്തെ ചോദ്യം, ജോഷുവ പ്രതാപശാലിയായിരുന്നു എന്ന് പറയുന്നത് എപ്പോൾ? ഓപ്ഷൻ എ ശത്രുക്കൾക്കെതിരെ കൈ ഉയർത്തിയപ്പോൾ, ബി ശത്രുക്കളെ തോൽപ്പിച്ചപ്പോൾ, ഓപ്ഷൻ സി നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ. ഉത്തരം നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ. 29ാമത്തെ ചോദ്യം, സൂര്യനെ തടഞ്ഞു നിർത്തിയത് ആരുടെ കരം? ഓപ്ഷൻ എ ജോഷുവയുടെ, ഓപ്ഷൻ ബി മോശയുടെ, ഓപ്ഷൻ സി ദാവീദിന്റെ. ഉത്തരം ജോഷുവയുടെ. 30ാമത്തെ ചോദ്യം, ഉന്നതനായ കർത്താവ് എങ്ങനെ ജോഷുവയ്ക്ക് ഉത്തരമരുളി? ഓപ്ഷൻ എ മഞ്ഞുമഴയാൽ, ഓപ്ഷൻ ബി ശക്തമായ കന്മഴ അയച്ച്, ഓപ്ഷൻ സി അഗ്നി അയച്ച്. ഉത്തരം ശക്തമായ കന്മഴ അയച്ച്. 31ാമത്തെ ചോദ്യം, ജോഷുവയുടെ സേനാബലം കണ്ട ശത്രുക്കൾ എന്തു മനസ്സിലാക്കി? ഓപ്ഷൻ എ ജോഷുവയുടെ ശക്തി, ഓപ്ഷൻ ബി ധാരാളം പടയാളികൾ അവനുണ്ട്, ഓപ്ഷൻ സി ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന്. ഉത്തരം ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന്. 32ാമത്തെ ചോദ്യം, യെഫുന്നയുടെ പുത്രൻ കാലബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടത് ആര്? ഓപ്ഷൻ എ മോശ, ഓപ്ഷൻ ബി അഹറോൻ, ഓപ്ഷൻ സി ജോഷുവ. ഉത്തരം ജോഷുവ. 33ാമത്തെ ചോദ്യം, 46-ാം അധ്യായം 7-ാം വാക്യം അനുസരിച്ച് ജോഷുവ ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ എന്ത് നിർത്തുകയും ചെയ്തു? ഓപ്ഷൻ എ അത്യാഗ്രഹം, ഓപ്ഷൻ ബി ക്രൂരത, ഓപ്ഷൻ സി അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ്. ഉത്തരം അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ്. 34ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 46:7 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്? ഓപ്ഷൻ എ സംഖ്യ 14:6, ഓപ്ഷൻ ബി സംഖ്യ 15:1, ഓപ്ഷൻ സി സംഖ്യ 14:7. ഉത്തരം സംഖ്യ 14:6. 35ാമത്തെ ചോദ്യം, ജനത്തിന്റെ അവകാശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ സ്വർഗം പോലുള്ള നാട്, ഓപ്ഷൻ ബി മഹിമ വിളങ്ങുന്ന നാട്, ഓപ്ഷൻ സി തേനും പാലും ഒഴുകുന്ന നാട്. ഉത്തരം തേനും പാലും ഒഴുകുന്ന നാട്. 36ാമത്തെ ചോദ്യം, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ ജനത്തെ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ അവശേഷിച്ചത് ആരെല്ലാം? ഓപ്ഷൻ എ മോശ അഹറോൻ, ഓപ്ഷൻ ബി ജോഷുവ കാലബ്, ഓപ്ഷൻ സി ഫിനെഹാസ് മോശ. ഉത്തരം ജോഷുവ കാലബ്. 37ാമത്തെ ചോദ്യം, കർത്താവ് കാലബിന് കൊടുത്ത ശക്തി എന്നുവരെ നിലനിന്നു? ഓപ്ഷൻ എ വാർദ്ധക്യം വരെ, ഓപ്ഷൻ ബി 100 വയസ്സ് വരെ, ഓപ്ഷൻ സി വർഷങ്ങളോളം. ഉത്തരം വാർദ്ധക്യം വരെ. 38ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 46-ാം അധ്യായത്തിന്റെ 2-ാം ശീർഷകം എന്ത്? ഓപ്ഷൻ എ ന്യായാധിപന്മാർ സാമുവൽ, ഓപ്ഷൻ ബി രാജാക്കന്മാർ സാമുവൽ, ഓപ്ഷൻ സി ജോഷുവയും കാലബും. ഉത്തരം ന്യായാധിപന്മാർ സാമുവൽ. 39ാമത്തെ ചോദ്യം, അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത ന്യായാധിപന്മാരുടെ സ്മരണ എന്തായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 46:11 പറയുന്നത്? ഓപ്ഷൻ എ മനോഹരമായിരിക്കട്ടെ, ഓപ്ഷൻ ബി സമ്പൂജ്യമായിരിക്കട്ടെ, ഓപ്ഷൻ സി അനുഗ്രഹീതമായിരിക്കട്ടെ. ഉത്തരം അനുഗ്രഹീതമായിരിക്കട്ടെ. 40ാമത്തെ ചോദ്യം, അവരുടെ അസ്ഥികൾ എവിടെ നിന്ന് നവജീവൻ പ്രാപിക്കുന്നു? ഓപ്ഷൻ എ കല്ലറയിൽ നിന്ന്, ഓപ്ഷൻ ബി മജ്ജയിൽ നിന്ന്, ഓപ്ഷൻ സി ശവകുടീരങ്ങളിൽ നിന്ന്. ഉത്തരം ശവകുടീരങ്ങളിൽ നിന്ന്. 41ാമത്തെ ചോദ്യം,
പ്രഭാഷകൻ 46:13 അനുസരിച്ച് കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായത് ആര്? ഓപ്ഷൻ എ സാംസൺ, ഓപ്ഷൻ ബി ദാവീദ്, ഓപ്ഷൻ സി സാമുവൽ. ഉത്തരം സാമുവൽ. 42-ാമത്തെ ചോദ്യം, സാമുവൽ ജനത്തിന് എന്തെല്ലാം ചെയ്തു? ഓപ്ഷൻ എ പ്രവാചകരെ നിയമിച്ചു, ഓപ്ഷൻ ബി യുദ്ധം ചെയ്തു, ഓപ്ഷൻ സി രാജ്യം സ്ഥാപിച്ചു, അധികാരികളെ അഭിഷേകിച്ചു. ഉത്തരം രാജ്യം സ്ഥാപിച്ചു, അധികാരികളെ അഭിഷേകിച്ചു. 43-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 46:13 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്? ഓപ്ഷൻ എ 1 സാമുവൽ 10:1, ഓപ്ഷൻ ബി 1 സാമുവൽ 10:2, ഓപ്ഷൻ സി 1 സാമുവൽ 10:3. ഉത്തരം 1 സാമുവൽ 10:1. 44-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 46:14 അനുസരിച്ച് കർത്താവ് സംരക്ഷിച്ചത് ആരെ? ഓപ്ഷൻ എ യാക്കോബിനെ, ഓപ്ഷൻ ബി അബ്രഹാമിനെ, ഓപ്ഷൻ സി സാമുവലിനെ. ഉത്തരം യാക്കോബിനെ. 45-ാമത്തെ ചോദ്യം, സാമുവൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് എങ്ങനെ? ഓപ്ഷൻ എ വിനയം നിമിത്തം, ഓപ്ഷൻ ബി അനുസരണം നിമിത്തം, ഓപ്ഷൻ സി വിശ്വസ്തത നിമിത്തം. ഉത്തരം വിശ്വസ്തത നിമിത്തം. 46-ാമത്തെ ചോദ്യം, വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് ആര്? ഓപ്ഷൻ എ സാംസൺ, ഓപ്ഷൻ ബി സാമുവൽ, ഓപ്ഷൻ സി യാക്കോബ്. ഉത്തരം സാമുവൽ. 47-ാമത്തെ ചോദ്യം, നിദ്ര പ്രാപിച്ചതിനു ശേഷവും പ്രവചിച്ചത് ആര്? ഓപ്ഷൻ എ അഹറോൻ, ഓപ്ഷൻ ബി മോശ, ഓപ്ഷൻ സി സാമുവൽ. ഉത്തരം സാമുവൽ. 48-ാമത്തെ ചോദ്യം, സാമുവൽ ആരുടെ മരണമാണ് മുൻകൂട്ടി അറിയിച്ചത്? ഓപ്ഷൻ എ പിതാവിന്റെ മരണം, ഓപ്ഷൻ ബി രാജാവിന്റെ മരണം, ഓപ്ഷൻ സി പ്രവാചകന്റെ മരണം. ഉത്തരം രാജാവിന്റെ മരണം. 49-ാമത്തെ ചോദ്യം, മണ്ണിൽ നിന്ന് സ്വരമുയർത്തി സാമുവൽ പ്രവചിച്ചത് എന്തിന്? ഓപ്ഷൻ എ ചാക്കുടുത്ത് പശ്ചാത്തപിക്കാൻ, ഓപ്ഷൻ ബി ശത്രുക്കളെ തോൽപ്പിക്കാൻ, ഓപ്ഷൻ സി ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ. ഉത്തരം ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ. 50-ാമത്തെ ചോദ്യം, ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല, സാമുവൽ ആരെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു? ഓപ്ഷൻ എ മക്കളെ സാക്ഷി നിർത്തി, ഓപ്ഷൻ ബി സഹോദരങ്ങളെ സാക്ഷി നിർത്തി, ഓപ്ഷൻ സി ജനത്തെ സാക്ഷി നിർത്തി. ഉത്തരം ജനത്തെ സാക്ഷി നിർത്തി.